ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് പറയാൻ പോകുന്നത് FDനെ പറ്റിയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും സിമ്പിൾ ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് FD എന്ന് പറയുന്നത്. FD ഇപ്പോൾ നിലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു മോശം ഒരു ഓപ്ഷനായിട്ടാണ് മൊത്തത്തിൽ എല്ലാവരും കാണുന്നത്. ലൈക്ക് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുന്നില്ല, ലിവിങ് സ്റ്റാൻഡേർഡ്സ് മാറുന്നതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺസ് കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു ലേബലിലാണ് മൊത്തത്തിൽ അത് പറയപ്പെടുന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഒരു FD സജസ്റ്റ് ചെയ്യുന്നത് യാതൊരു റിസ്ക് കൊടുക്കാണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് FD ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വെറുതെ സേവിങ്സ് അക്കൗണ്ടിൽ കിടന്നൊരു 3.25% ഇൻട്രസ്റ്റ് കിട്ടുന്നതിനേക്കാളും ഭേദമാണ് അതൊരു FD ആയിട്ട് മാറ്റിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 7.25% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു ഷോർട്ട് ടൈമിലേക്കൊക്കെ ഒരു സേവിങ്സ് കീപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരാൾക്ക് FD തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മൾ ഈ പറയുന്നത് റിട്ടേൺസിൻ്റെ ബേസിസിലല്ല, ഇപ്പോൾ റിസ്ക് എടുക്കാനുള്ള കേപ്പബിലിറ്റി അതിൻ്റെ എല്ലാം ബേസിസിലാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു മാക്സിമം പോയാൽ ഒരു 7.25 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ഒരു 1 ഇയറിലേക്ക്. പക്ഷേ അതൊരു ഗ്യാരണ്ടീഡ് റിട്ടേൺ ആയിരിക്കും. അപ്പോൾ ഒട്ടും ഒരു റിസ്ക് എടുക്കാണ്ട് ഒരു 1 or 2 ഇയറിലേക്കൊക്കെ നമുക്ക് അത്യാവശ്യം സേവിങ്സ് കൈ പിടിക്കണം, അതൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അതൊരു FD തന്നെയായിരിക്കും ബെറ്റർ. കാരണം FDയിലേക്ക് മാറ്റിയിടുന്നതോടുകൂടി നമ്മുടെ കുറേ അനാവശ്യമായ ചിലവുകൾ മാറിക്കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുമ്പോൾ അത് നമ്മളെടുത്ത് അനാവശ്യമായ ചിലവുകൾക്ക് യൂസ് ചെയ്യാനും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും FD ആയിട്ട് മാറ്റിയിട്ട് അത് അവിടെ കിടന്നോളൂ അതങ്ങനെ. കാരണം ഇപ്പോൾ ഒരാൾക്കൊരു 2 ഇയറിലേക്കൊക്കെ നോക്കുമ്പോൾ നേരിട്ട് കൊണ്ടുപോയി മാർക്കറ്റിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു സേഫായിട്ടുള്ള റിട്ടേൺസ് ഒരിക്കലും നമുക്ക് അതിൻ്റെ അന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം നെക്സ്റ്റ് ഒരു 2 ഇയറിലേക്ക് എന്താണ് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ മാർക്കറ്റ് ഒരു ബുൾ മാർക്കറ്റിൽ തന്നെ പോയേക്കാമെന്നൊന്നും ആർക്കും ഒരു ഉറപ്പ് വരാൻ പറ്റുന്ന കാര്യമല്ല. എന്താണ് ഇപ്പോൾ നാളെ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലെ ഒരു വാറിൻ്റെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴെ പോകാം. അപ്പോൾ അത് ഒരിക്കലും എന്താ അടുത്ത എക്കണോമി സംഭവിക്കാൻ പോകുന്നതെന്ന് ആരും അത്ര ഉറപ്പൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ ഒട്ടും റിസ്ക് എടുക്കാൻ തയ്യാറില്ല, മാർക്കറ്റിൻ്റെ ആ റിസ്ക് എടുക്കാൻ യാതൊരു താല്പര്യമില്ലാത്ത ഒരാൾക്ക് FD തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല, വേറെയും ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്കൊരു FD ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണ് പറയുന്നത്, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്തത്. പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നിലവിൽ 7.25 ഒക്കെ മാക്സിമം നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന ബാങ്കുകളുണ്ട്. ഇപ്പോൾ തന്നെ ഞാനിവിടെ എൻ്റെ നാട്ടിലുള്ളൊരു കേരള ബാങ്ക് എന്ന് പറഞ്ഞിട്ടടുത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നിടത്ത് 7.25% അവർ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. അത് ഇനീഷ്യലി 6 point something എങ്ങാണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 7.25% അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നുണ്ട്. പിന്നെ എന്താണ് FDയുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1.5 lakhs നമുക്ക് ഇൻകം ടാക്സ് ബെനിഫിറ്റ് അണ്ടർ 80C സെക്ഷനിൽ കിട്ടും, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം. പക്ഷെ അത് ഓൾഡ് റെജീമിലാണ് പറ്റുള്ളൂ. പിന്നെ FDയുടെ എന്തൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആലോചിക്കുക, ഇപ്പോൾ നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു ഫിക്സഡ് എമൗണ്ട് മാറ്റി വെച്ചിട്ട് ഓരോ 3 മാസം കൂടുമ്പോൾ ഒരു FD ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. അത് 2 കൊല്ലം കഴിയുമ്പോൾ അത്രയും ഒരു ലംസം എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കാണും. ഒന്നും ഇല്ലാണ്ടിരിക്കുന്നതിനേക്കാളും ഭേദമല്ലോ ആ ഒരു എമൗണ്ട് നിങ്ങളുടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് ഉപകരിക്കും. ഇപ്പം എന്താ പറയുക, നമ്മുടെ 50-30-20 റൂൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? 50% ഫോർ നീഡ്സ്, 30% ഫോർ വാണ്ട്സ്, 20% ഫോർ സേവിങ്സ്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്യണം. ഇപ്പോൾ ഒരു 10,000 സാലറി ഉള്ള ഒരാളാണെങ്കിലും ഒരു 2,000 രൂപ വെച്ചിട്ട് ഒരു 3 മാസം കൂടുമ്പോൾ 6,000 ആക്കി അതൊരു FD ആയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഓർത്ത് വെക്കുക, 2 years കഴിയുമ്പോൾ അത്യാവശ്യം ഒരു എമൗണ്ട് കൈ കാണും. എന്നും 10,000 രൂപ സാലറിയിലല്ലല്ലോ നിൽക്കാൻ പോകുന്നത്. ഭാവിയിലേക്ക് ആ സാലറി കൂടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഹാബിറ്റ് ഉണ്ടാക്കുക, നിങ്ങൾക്ക് അത്യാവശ്യം കയ്യിലേക്ക് ഫണ്ട് വരാൻ തുടങ്ങും. അപ്പോൾ അത് വേറൊരു ലെവൽ ഓഫ് ഫീലിംഗ് തന്നെയാണ് നമ്മുടെ കയ്യിലേക്ക്. നമ്മുടെ ചെറിയൊരു ഏജിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി FDയിൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് SIP ചെയ്ത് തുടങ്ങാം, സ്റ്റോക്സ് മേടിച്ച് തുടങ്ങാം. അതുപോലെ ഓരോരോ പരിപാടികളിലേക്ക് അടുത്തടുത്ത് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പിന്നെ ഇങ്ങനെ നമുക്കൊരു കുറച്ചെങ്കിലും നമ്മുടെ കയ്യിലൊരു ഫണ്ട് ഉണ്ടാവും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണെങ്കിലും ഇപ്പോൾ തന്നെ മാർക്കറ്റ് നിലവിലൊരു കറക്ഷനിലാണ് നിൽക്കണം, ചെറിയൊരു കറക്ഷനിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ വേറൊരു
എക്സ്റ്റേണൽ ഫണ്ട് അന്വേഷിച്ച് കൊണ്ടൊരു ആവശ്യം ഉണ്ടാകത്തില്ല. കാരണം നമുക്കിങ്ങനെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഒരു സാലറീഡ് ആയിട്ടുള്ള ആൾക്ക് ഇങ്ങനെ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റോ ഇതോ ചെയ്യുന്നില്ല. അപ്പോൾ അയാളുടെ സാലറിയിൽ നിന്ന് പെട്ടെന്നെടുത്ത് ഇങ്ങനെ ഒരു നല്ല കറക്ഷനിൽ വരുമ്പോൾ അത്യാവശ്യം സ്റ്റോക്കുകൾ മേടിക്കൽ നടപടിയാവുന്ന കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് ചെറിയ എഫ് ഡി ആയിട്ട് മാറ്റിയിടുവാണെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ആ എഫ് ഡിയിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അത്യാവശ്യം സേവിങ്സിൻ്റെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക ഫസ്റ്റ് തന്നെ. ഇനീഷ്യലി തന്നെ പോയി ഇക്വിറ്റിയിലേക്ക് കയറിനേക്കാളും ഭേദമാണ് ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മാർക്കറ്റിനെ പറ്റി പഠിച്ച് ഏതൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇനിയുള്ള എൻ്റെ വീഡിയോസിലേക്ക് ഞാൻ കൂടുതലും പറയാൻ പോകുന്നത് മാർക്കറ്റ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് ഇനീഷ്യലി നമ്മുടെ ഒരു ഫണ്ട് വേണ്ട ഇതിലേക്കൊക്കെ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് ഇതിലേക്ക് ഇപ്പോൾ സ്റ്റോക്ക് മേടിക്കണമെങ്കിലോ മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യണമെങ്കിലോ പൈസ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ചെറിയ ഫണ്ടുകൾ നിങ്ങൾ എഫ് ഡി ആയിട്ട് സേവ് ചെയ്ത് കയ്യിൽ വയ്ക്കുക. അത് നിങ്ങളുടെ കയ്യിൽ എന്നും സേഫായിട്ടിരിക്കും. അതുപോലെ തന്നെ എഫ് ഡി കൂടുതലും ബെനിഫിറ്റ് ആവുന്നത് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ, അയാളുടെ കയ്യിൽ അത്യാവശ്യം ലംസായിട്ടൊരു എമൗണ്ട് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊരു നല്ല വലിയ എമൗണ്ട് ആകുമ്പോൾ ഒരു 7.25% റിട്ടേൺ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഇൻ ടേംസ് ഓഫ് മണി അത് വലിയൊരു സംഭവമായിരിക്കും. പക്ഷേ പെർസെൻറ്റേജ് വൈസിലല്ല ഞാൻ പറയുന്നത്, ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അയാൾക്ക് ആ ഒരു ഏജിൽ വലിയ റിസ്ക് എടുക്കാണ്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടന്നു പോകാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാവും. പക്ഷെ നമ്മളെപ്പോലുള്ള ഒരു യങ് ഇൻവെസ്റ്റേഴ്സിന് ഈ എഫ് ഡി എന്ന് പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗമായിട്ട്, അതായത് മാർക്കറ്റ് ഇടിയുമ്പോൾ വലിയ പ്രശ്നം വരാണ്ട് നിൽക്കാനുള്ളൊരു ഫണ്ടായിട്ടോ അല്ലെങ്കിൽ അപ്പോഴും നമുക്കൊരു ആവറേജ് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് എഫ് ഡി ഞാൻ സജസ്റ്റ് ചെയ്യുക. അതുപോലെ അത്യാവശ്യം വലിയ ഫണ്ടുള്ള ഒരാൾക്ക് നേരിട്ട് കൊണ്ടുപോയി മാർക്കറ്റിലേക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 10,000-ൻ്റെ 10% 1,000 രൂപ ലോസ് വന്ന പോലെ ആയിരിക്കില്ല. 1,00,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 10,000 ലോസ് കണ്ടു നിൽക്കുന്നത്. അത് കണ്ടു നിൽക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഇനീഷ്യലി ഒരു സ്റ്റേജിൽ. പക്ഷേ ഈ എഫ് ഡിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ റിട്ടേൺസ് തരുന്നതാണ് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നൊക്കെ. അത് ഞാൻ വീണ്ടും പറയുന്നു, എഫ് ഡി ഒരു ടോപ്പ് ഓപ്ഷനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏറ്റവും ബേസിക്കായിട്ട് തുടങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാണ് ഈ എഫ് ഡി എന്ന് പറയുന്നത്. ഇപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുക ഡെയിലി. അപ്പോൾ ആ ഒരു ടൈമിലും നമ്മുടെ ഈ പോർട്ട്ഫോളിയോ ഇടിയുമ്പോഴും നമ്മുടെ ഒരു എഫ് ഡി ഒരു പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം അതവിടെ സേഫായിട്ട് കിടന്നോളും. അതിൽ വലിയ മാറ്റം വരാനില്ല. അതിന് ഒരു മിനിമം റിട്ടേൺ ആണ് കിട്ടുള്ളൂ. പക്ഷെ അതൊരിക്കലും താഴേക്ക് പോകത്തില്ല അതിൻ്റെ വാല്യൂ. കാര്യം ഒരു വർഷത്തേക്കാണ് ഈ 7.25% റിട്ടേൺ എഫ് ഡിന്ന് കിട്ടുന്നത്. പക്ഷെ അതിലൊക്കെ ഒരു മാരക എമൗണ്ട് നമുക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ നിന്ന് കിട്ടും. പക്ഷെ അപ്പോൾ അതിനനുസരിച്ചുള്ള റിസ്ക് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഈ ചിട്ടികളെന്ന് പറയുന്നത്. അതും ചിട്ടി എന്ന് പറയുമ്പോൾ ഈ ലോക്കൽ ആളുകൾ നടത്തുന്നതിനേക്കാൾ ഭേദം ഏതെങ്കിലും ഒരു ട്രസ്റ്റഡ് സോഴ്സ് ലൈക്ക് KSFE ഒക്കെ പോലത്തെ ഒരു ചിട്ടി ഫണ്ടിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. 1,00,000-ൻ്റെ തന്നെ ഒരു ചിട്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മാസം 4,000 രൂപയൊക്കെ അടവ് വരുള്ളൂ. അതിലും താഴേക്കാണ് വരുള്ളൂ. പക്ഷേ മാക്സിമം 4,000 നമുക്ക് അടവ് വരുള്ളൂ ഒരു 25 മാസത്തേക്കൊക്കെ ആണെങ്കിൽ. അപ്പോൾ ആ ഒരു ചിട്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 1,00,000 എന്തായാലും മൊത്തം നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതൊരു 90,000-ന് ഇപ്പോൾ വിളിച്ചെന്ന് വെച്ചോ, ആ 90,000-ന് വിളിച്ച് അത് നേരെ ഒരു എഫ് ഡിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഒരു 7.25% റിട്ടേൺ വെച്ച് കിട്ടുമ്പോൾ ഒരു കൊല്ലത്തേക്കാണ് അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഈ എമൗണ്ട് കിട്ടുന്നത്. അതൊരു മാസത്തേക്ക് വെക്കുമ്പോൾ ഇത്രയും 543 റുപ്പീസ് കിട്ടും. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഒരു 1 ലാഖിൻ്റെ ചിട്ടി കൂടുമ്പോൾ ഇത്രയും കുറച്ച് എമൗണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ അതും ഒരു ചെറിയൊരു മെത്തേഡാണ്. അതങ്ങനെ നമുക്ക് ഒരു 2-3 ചിട്ടികൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം ഒരു ഫണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതൊരിക്കലും ടൈം വാല്യൂ ഓഫ് മണി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ബെറ്റർ ഒന്നുമല്ല. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാത്ത ഒരാൾക്കാർ ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് ഇല്ലാത്ത ഒരാൾക്കൊരു ചിട്ടി വെച്ചിട്ട് അത്യാവശ്യം പൈസയൊക്കെ ഓടിക്കാൻ പറ്റും. ഇന്നും കേരളത്തിലും കുറേ ആളുകൾ ഈ ചിട്ടി ഫണ്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് കാര്യങ്ങൾ നടത്തുന്നവരുണ്ട്. ഒരാവശ്യം വരുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിലുള്ളവർക്ക് ചിട്ടി പിടിച്ചും കാര്യങ്ങളും നടത്തുന്നവരുണ്ട്. അങ്ങനെ ഇതിപ്പോൾ 25 മാസം എന്ന് പറയുമ്പോൾ 2 കൊല്ലം കഴിഞ്ഞ ഒരു മാസം കൂടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൊക്കെ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് ഓടിപ്പോയിക്കോളും. പിന്നെ 1, 2, 3 ചിട്ടി ഇങ്ങനെ ഓടിച്ച് പിന്നെ ബാക്കി അത് എഫ് ഡിയിലേക്ക് ഇട്ട് ഓരോ ചെറിയ ചിട്ടികൾ ഇതേ സെയിം മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ വലിയ തലവേദന ഇല്ലാത്ത കേസുകളാണ്. എൻ്റെ ഒരു വ്യൂ പ്രകാരം ഞാൻ മേജർ പോർഷൻ ഓഫ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത് ഇക്വിറ്റി, അതുപോലെ ETF, മ്യൂച്വൽ ഫണ്ട്, എഫ് ഡി എന്നതിലേക്കായിരിക്കും.
ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺസ് ഒരിക്കലും ഗ്യാരണ്ടീഡ് ആയിരിക്കത്തില്ല. പക്ഷേ അത്യാവശ്യം നല്ലൊരു ഹയർ റിട്ടേൺസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലുള്ള റിസ്ക്കും അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ ഓരോ സ്റ്റോക്ക് ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഓരോ സ്റ്റോക്കിൽ എന്താ സംഭവിക്കണം, അത് ഏത് സെക്ടറിലാണോ ആ സെക്ടറിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പോൾ അത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ട് വെച്ചാലേ നമുക്കങ്ങനെ ഒരു വലിയ കുഴപ്പമില്ലാണ്ട് റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ നിലവിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ അത്യാവശ്യം ഇൻഡെക്സുകളെല്ലാം താഴെ നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ അതിനകത്തുള്ള സ്റ്റോക്കുകളും ഈ പറഞ്ഞിട്ട് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഫാർമ ഇൻഡെക്സ് മാത്രം അങ്ങനൊരു ഇടിവ് അങ്ങനെ താഴേക്ക് വന്നിട്ടില്ല. ബാക്കി എല്ലാം താഴേക്ക് തന്നെയാണ്, ചെറിയ കറക്ഷനിലേക്ക് വരുന്നേക്കണെയാണ് അതെല്ലാം. അങ്ങനെ ഇടിഞ്ഞിട്ടുണ്ടെന്നൊന്നും ഇടിവൊന്നും ഇടിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ETF-കളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഡൈവേഴ്സിഫൈഡ് ആയിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞാൽ നിപ്പോണിൻ്റെ ETF ഉണ്ട്, നിഫ്റ്റിയുടെ ഒരു ട്രാക്കിയാണ് ETF. അപ്പോൾ നിഫ്റ്റി ലോങ് റണ്ണിലെന്നും ഒരു മേളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെയുള്ള റിട്ടേൺസ് നമുക്ക് ETF-ൽ നിന്നും കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ETF ഒത്തിരി അടിപൊളിയാണ്. ഇപ്പോൾ ബാങ്ക് ബീസ് ഉണ്ട്, ഗോൾഡ് ബീസ് ഉണ്ട്, അങ്ങനെ ETF-കൾ കുറേ ഉണ്ട്. അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടും. കാരണം ഡയറക്റ്റ് ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയുള്ളവർക്ക് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ആ ഫണ്ട് മാനേജർ പ്രോപ്പറായിട്ടുള്ള അലോക്കേഷൻ നടത്തി അതിൽ നിന്ന് മാർക്കറ്റിനനുസരിച്ച് കിട്ടുന്ന റിട്ടേൺസിൻ്റെ ഒരു ഭാഗം നമുക്കും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ റിഫ്ലക്റ്റ് ആവും. അപ്പോൾ മ്യൂച്വൽ ഫണ്ടും അങ്ങനെ നോക്കുമ്പോൾ അടിപൊളി തന്നെയാണ്. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് കാർ ഓടിക്കാൻ അറിയാം, നമ്മുടെ കയ്യിൽ കാറും ഉണ്ട്, നമ്മൾ കാർ ഓടിച്ച് സ്വന്തമായിട്ട് പോകുന്നതാണ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ കയ്യിൽ കാറുണ്ട്, ഓടിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഓടിക്കാൻ അറിയാം പക്ഷെ അത്രയും കോൺഫിഡൻസ് ഇല്ല ഒരു ദൂരം ഓടിക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു ഡ്രൈവറിനെ വെച്ച് പോകുമല്ലോ, അതുപോലെയാണ് മ്യൂച്വൽ ഫണ്ട്. നമ്മുടെ ഫണ്ട് ഒരു ഫണ്ട് മാനേജറിനെ വെച്ചിട്ട് അവർ നമുക്ക് അത്യാവശ്യം റിട്ടേൺസ് തരും. അതാണ് ഒരു മ്യൂച്വൽ ഫണ്ട് മെത്തേഡ് ഓഫ് വർക്കിംഗ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇക്വിറ്റി, ETF, മ്യൂച്വൽ ഫണ്ട്, FD ഈ ഒരു 4 സാധനത്തിലേക്കായിരിക്കും എൻ്റെ ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നത്. പിന്നെ ചിട്ടിയുടെ ഒരു സാധനം ഞാനൊരു 2 കൊല്ലമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അത് പയ്യെ കുറച്ച് അടവുകൾ ഗുണം കഴിഞ്ഞാൽ അത് തീരും. പിന്നെ ആ കിട്ടുന്ന ഫണ്ട് നേരെ ഈ പറഞ്ഞ ഇക്വിറ്റിയിലേക്കും ETF-ലേക്കും മ്യൂച്വൽ ഫണ്ടിലേക്കും ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പയ്യെ ചിട്ടിയുടെ ഒരു പ്രോസസ്സ് ഞാൻ പയ്യെ നിർത്തും. പിന്നെ വല്ല ചെറിയ ചിട്ടികൾ കൂടാനുള്ള ചാൻസുകളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള FDയിലൂടെ എങ്ങനെ നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കൊരു സേവിങ്സ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാം, അതിനെപ്പറ്റി ഒരു ഇൻസൈറ്റ് തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ വരുന്ന വീഡിയോയിലേക്ക് നമുക്ക് എങ്ങനെ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ ഒരു ബ്രോക്കറിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, ഇതിനെപ്പറ്റിയെല്ലാം നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.